സംസ്ഥാന സർക്കാരിന്റെ 2000 രൂപ ക്ഷേമ പെൻഷൻ വിതരണം ജൂൺ മാസത്തെ ആരംഭിച്ചിരിക്കുന്നു. എന്നാൽ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അർഹതാ മാനദണ്ഡങ്ങൾ. നിലവിൽ വീട്ടിൽ AC, വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ 1 ലക്ഷം രൂപയിൽ കൂടുതൽ കുടുംബ വാർഷിക വരുമാനമുള്ളവര്, 1 ഏക്കറിന് മുകളിൽ വസ്തു ഉള്ളവര്, വീടിന്റെ വിസ്തീർണം 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലാണ് എങ്കിൽ ഇങ്ങനെ പല മാനദണ്ഡങ്ങൾ കൃത്യമായിട്ട് സർക്കാർ പരിശോധനാ വിധേയമാക്കും. അർഹതയുള്ളവർക്ക് പദ്ധതിയിൽ തുടരാം, അനർഹരായിട്ടുള്ളവർക്ക് പദ്ധതിയിൽ നിന്നും പിന്മാറുന്നതിനുമുള്ള അവസരം. അതോടൊപ്പം തന്നെ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ വളരെ വൈകാതെ നടപ്പിലാക്കുമെന്നാണ് നിലവിലത്തെ അറിയിപ്പ്. ഇനി പുതുതായിട്ട് അപേക്ഷ വയ്ക്കുമ്പോൾ 1 ലക്ഷം രൂപയിൽ കൂടുതലാണ് വാർഷിക വരുമാനം. ഇങ്ങനെയാവും വരുമാന സർട്ടിഫിക്കറ്റ് ചിലർക്ക് ലഭിക്കുന്നത്. പക്ഷേ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും അതോടൊപ്പം തന്നെ വീടിന്റെ വിസ്തീർണം, മറ്റ് അർഹതാ മാനദണ്ഡങ്ങൾ എല്ലാം കൃത്യമായി പാലിക്കുന്നവർക്കും ഇത് ബാധകമല്ല. കൂടുതൽ അർഹതയുള്ളവർക്ക് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം നിർണായക നീക്കങ്ങൾ ഇപ്പോൾ സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ്. വാട്സപ്പ് വഴി ഇലക്ട്രോണിക് KYC വീണ്ടും ചെയ്യണം. ജൂൺ മാസം 30 വരെയാണ് സമയമുള്ളത്. ജൂൺ 30-നുള്ളിൽ ചെയ്തില്ല എങ്കിൽ നമുക്ക് പിന്നീട് ധനസഹായം ലഭിക്കുന്നതല്ല എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഇത് അടിസ്ഥാനരഹിതമാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും 2026-27 സാമ്പത്തിക വർഷത്തെ നിർബന്ധിത ബയോമെട്രിക് മസ്റ്ററിങ്ങിന് വേണ്ടിയുള്ള അറിയിപ്പ് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ അറിയിപ്പ് വന്നിട്ടുണ്ട് എങ്കിൽ തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ അത്തരം അറിയിപ്പുകൾ കാണാൻ സാധിക്കുന്നതാണ്. മൊബൈൽ ആപ്ലിക്കേഷനിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ നോക്കുമ്പോഴാണ് ഫേസ് ഓതന്റിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബാധകമാണ് എന്നൊരു നിർദ്ദേശം വരുന്നത്. എന്നാൽ PM കിസാൻ സമ്മാൻ നിധിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിക്കുന്നത് എങ്കിൽ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതായത് ഇലക്ട്രോണിക് KYC ഉൾപ്പെടെ പൂർത്തിയാക്കിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഇത്തരത്തിലുള്ള മൊബൈൽ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള KYCയുടെ നിർദ്ദേശമാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കാൻ ഇപ്പോൾ ഇടയാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.